CPM എടപ്പാൾ ഏരിയ സമ്മേളനത്തിന് സമാപനം. റെഡ് വളണ്ടിയർ മാർച്ചിന് ശേഷം നടന്ന പൊതുസമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. രണ്ട് ദിവസമായി എടപ്പാൾ അയലക്കാട് നടന്ന CPM എടപ്പാൾ ഏരിയ സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിൻ്റെ രണ്ടാം ദിനമായ ബുധനാഴ്ച P. വിജയൻ, M. മുസ്തഫ, P. മുരളി, കാലടി, മിസ്രിയ സൈഫുദ്ദീൻ, PP ബിജോയ്, KV ഷഹീർ എന്നിവർ പ്രമേയങ്ങളും A. സിദ്ദിഖ് ക്രെഡീഷ്യൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു. പ്രവർത്തന റിപ്പോർട്ടുമേലുള്ള ചർച്ചയ്ക്ക് ഏരിയ സെക്രട്ടറി T. സത്യൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. നന്ദകുമാർ, ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് എന്നിവർ മറുപടി പറഞ്ഞു. K. പ്രഭാകരൻ നന്ദി പറഞ്ഞു. ഏരിയ സമ്മേളനം പുതിയ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. 17 അംഗ ഏരിയ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത്. T. സത്യനെ എടപ്പാൾ ഏരിയ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു. C. രാമകൃഷ്ണൻ, MB ഫൈസൽ, P. വിജയൻ, E. രാജഗോപാൽ, BB കുഞ്ഞുമുഹമ്മദ്, M. മുസ്തഫ, S. സുജിത്ത്, PP മോഹൻദാസ്, K. പ്രഭാകരൻ, ആരിഫ നാസർ, A. സിദ്ദിഖ്, EV മോഹനൻ, NV ഉണ്ണി, R. ഗായത്രി, K. വിജയൻ, TK സൂരജ് എന്നിവരാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ. സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടുവട്ടം സെന്ററിൽ നിന്നും റെഡ് വാളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും നടന്നു. എടപ്പാൾ അംശക്കച്ചേരിയിലെ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. അടുത്ത ഏരിയ സമ്മേളനം നടക്കുമ്പോൾ ചരിത്രത്തിലാദ്യമായി 11.5 വർഷം പിന്നിടുന്ന സർക്കാരായി CPM നേതൃത്വം നൽകുന്ന സർക്കാർ മാറുമെന്നും കേരളം ചെറിയ സംസ്ഥാനമാണെങ്കിലും നമ്മൾ ഉയർത്തുന്ന സന്ദേശം വലുതാണെന്നും രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ബദൽ കേരള സർക്കാർ ഉയർത്തുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ലെന്നും കേരളം ഉയർത്തുന്ന ബദൽ ഇന്ത്യക്ക് ഒരു വലിയ കാര്യമാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ദ്വിമുഖ പ്രത്യേകതകളുള്ള നരേന്ദ്രമോദി നയിക്കുന്ന BJP ഗവൺമെൻറ് 2014-ലും 2019-ലും ലഭ്യമായത്ര കേവല ഭൂരിപക്ഷം പാർലമെന്റിൽ സീറ്റുകൾ ലഭിക്കാതെയാണ് ഇത്തവണ അധികാരത്തിൽ വന്നത്. കേരളത്തിലാണെങ്കിലുള്ളൊരു പ്രത്യേകത, നമ്മുടെ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ ചരിത്രത്തിലാദ്യമായി 8.5 വർഷം പൂർത്തീകരിച്ച ഒരു ഘട്ടത്തിലാണ് ഇത്തവണത്തെ പാർട്ടി ഏരിയ സമ്മേളനം എന്നുള്ളതാണ്. 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പാർട്ടി ഏരിയ സമ്മേളനം നടക്കുമ്പോൾ അന്ന് നമ്മളൊക്കെ പറഞ്ഞത് നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു തുടർ ഭരണം ചരിത്രത്തിൽ ആദ്യമായി വരുന്നു. ഒരു പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ 5.5 വർഷമായി തുടർച്ചയായി ഭരിക്കുന്നു എന്നുള്ളത്. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള ഏരിയ സമ്മേളനത്തിൽ നമ്മൾ പറയുന്നു, നമ്മുടെ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ ചരിത്രത്തിൽ ആദ്യമായി 8.5 വർഷം തുടർച്ചയായി ഭരിക്കുന്നു എന്നുള്ള പ്രത്യേകത. ഇനി 25-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി 3 വർഷം കഴിഞ്ഞാൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നു, അന്ന് എടപ്പാൾ ഏരിയ സമ്മേളനം നടക്കുമ്പോൾ നമ്മുടെ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ ചരിത്രത്തിൽ ആദ്യമായി 11.5 വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു ഭരണം എന്നുള്ളത്. ദ്വിമുഖ പ്രത്യേകതകൾ നിറഞ്ഞ ഭരണമാണ് കേന്ദ്രത്തിൽ എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഒരു ഭാഗത്ത് നവ ഉദാരവൽക്കരണ നയം നടപ്പിലാക്കുന്നു, അതോടൊപ്പം മതവർഗീയത ആളി കത്തിക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതവർഗീയത ആളിക്കത്തിക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നതിന് പിന്നിലും കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. അജണ്ട ജനങ്ങളെ ഭിന്നിപ്പിക്കുക, യഥാർത്ഥ അജണ്ടകളിൽ നിന്നും വഴിമാറുക എന്നുള്ളതാണ്. നവ ഉദാരവൽക്കരണ നയം ചെറു ന്യൂനപക്ഷം വരുന്ന അതിസമ്പന്നന്റെ താല്പര്യം മാത്രമാണ് കാത്തു സംരക്ഷിക്കുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അതിന്റെ ഭാഗമായി കടുത്ത പ്രയാസം അനുഭവിക്കുന്നു. എല്ലാ മേഖലകളിലും അത്തരത്തിലുള്ള സമീപനമാണ് പൊതുവെ സ്വീകരിക്കുന്നത്. അതിന്റെ കാര്യത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ വലിയ വ്യത്യാസമില്ല. കോൺഗ്രസ്സാണ് ഈ നയം കൊണ്ടുവന്നത്. നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോൾ കോൺഗ്രസ് ഭരിച്ച ഘട്ടങ്ങളിലൊക്കെ ഈ നയം പിന്തുടർന്നു. ഒന്നാം UPA ഗവൺമെന്റിന് നമ്മുടെ പൊതുമിനിമം പരിപാടിയെ പിന്തുണച്ച ഘട്ടത്തിലൊഴികെ. ഏരിയ സെക്രട്ടറി T. സത്യൻ അധ്യക്ഷത വഹിച്ചു. MLA P. നന്ദകുമാർ, MLA KT ജലീൽ, C. രാമകൃഷ്ണൻ, P. ജ്യോതിഭാസ്, MB ഫൈസൽ, P. വിജയൻ, E. രാജഗോപാൽ, BB കുഞ്ഞുമുഹമ്മദ്, M. മുസ്തഫ, S. സുജിത്ത്,
എസ് സുജിത്ത്, പി മോഹൻദാസ്, കെ പ്രഭാകരൻ, ആരിഫ നാസർ, എ സിദ്ദിഖ്, ആർ ഗായത്രി തുടങ്ങിയവർ സംസാരിച്ചു. NCB ന്യൂസ്, എടപ്പാൾ.